ഹേ ഗൈസ്, സോ ഞാനിപ്പോഴാണ് IoT പഠിച്ചാലോ എന്ന് ആലോചിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ആവശ്യത്തിന് പുറത്ത് വാങ്ങിച്ചതാണ്. എനിക്കറിയില്ല എന്താവില്ല എന്നൊക്കെ. അപ്പോൾ ആദ്യം ഞാൻ വാങ്ങിച്ചത് ഒരു അർഡീനോ ഊനോ R3. യെസ്. പിന്നെ കുറച്ച് ജമ്പർ വയേഴ്സ് വാങ്ങിച്ചു. ഇതൊക്കെയാണ് ജമ്പർ വയേഴ്സ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഈ ജമ്പർ വയേഴ്സ് പറയുമ്പോൾ മെയിൽ ടു ഫീമെയിലും ഉണ്ടാവും. ഇത് മെയിൽ ടു ഫീമെയിലാണ്. ഒരു സൈഡിൽ മെയിലും ഒരു സൈഡിൽ ഫീമെയിലും. അതുപോലെ തന്നെ ഫീമെയിൽ ടു ഫീമെയിലും ഉണ്ടാവും. പിന്നെ മെയിൽ ടു മെയിലും കൂടി ഉണ്ടാവും. ഇത് എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവിടെയും കണക്ട് ചെയ്യാനും, പിന്നെ ചിലപ്പം നമ്മളൊരു മോട്ടർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ESP32 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് എ സെക്. ഓക്കെ, സോ വാട്ട് ഐ വാണ്ട് ടു ഡു ഇസ് ലൈക്ക് എനിക്ക് ടെസ്റ്റ് അടിക്കണമായിരുന്നു. ലൈക്ക് ഫസ്റ്റത്തെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, എവിടെയോ ആണ്. ആ ലൈറ്റ് ഇങ്ങനെ മിന്നി കളിക്കുക, ബ്ലിങ്കൊക്കെ ഉള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി. നമ്മൾ ആദ്യം ആൾക്കാർ ഊനോ വാങ്ങിച്ചപാട് അങ്ങനെ ഇരിക്കുക. അപ്പം സോ നിങ്ങളുടെ ലാപ്പ് എടുക്കുക. ഞാനിപ്പം ബ്രൗസർ യൂസ് ചെയ്യുന്നത് Zen ആണ്. വൈ Zen എന്ന് വെച്ചാൽ ഇറ്റ്സ് മിനിമൽ ഫാൻസി. എന്നിട്ട് എന്താ അടിക്കാന്ന് വെച്ചാൽ IDE അർഡീനോ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാലോ. അർഡീനോ വിൻഡോസ്. ഇഫ് യു ആർ എൻ ലിനക്സ് യൂസർ. തെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഇതെടുക്കാം. എന്നിട്ട് എന്താക്കാം, ഇവിടെ വിൻഡോസിൽ നിന്ന് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഡൗൺലോഡ് ആക്കാം. സോറി, ഇവിടെ റിജക്റ്റോ. ഞാനിപ്പോൾ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് ഡൗൺലോഡ്. യെസ്, ഡൗൺലോഡ് ആക്കാം. ആൻഡ് അപ്പം ഇവിടെ നമ്മൾ ഡൗൺലോഡ്സിൽ വന്നേക്കാം. അപ്പം അത് ഡൗൺലോഡ് ആട്ടെ. ഇൻ ദ മീൻ ടൈം എൻ്റെ ഫയലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് മിനിമൈസ് ചെയ്ത് വെക്കാം. ഓക്കെ, മിനിമൈസ് ഫോക്കസ് ആകട്ടെ. ഓക്കെ, ഇതൊന്ന് ഫോക്കസ് ആകട്ടെ. എന്നിട്ട് എന്താക്കാം, ഫോക്കസ് ഡിഗ്രി കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റാർട്ട്. യെസ്, അപ്പം കുറച്ച് കാത്തിക്കാം. ഇൻ ദ മീൻ ടൈം പിന്നെ വേറെന്താ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരു ബ്രെഡ് ബോർഡ് കൂടി വെച്ചു. ബ്രെഡ് ബോർഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തിനാണെന്ന് വെച്ചാൽ സ്കെയിൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ലൈക്ക് കുറേ കണക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇതിലിങ്ങനെ ഓട്ടോയിലിങ്ങനെ കുത്തിയിട്ട് സെറ്റാക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നുള്ളത് ഇതിൻ്റെ കൂടെ ഒരു ചാർജർ പോലത്തെ സാധനം ഉണ്ടാവും. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് വയറ് എടുത്തിട്ട് എന്താക്കാം, ഇവിടെ ലാപ്പിൽ കൊടുത്താം. ആൻഡ് ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് ഞാൻ ഇന്ന് പഠിച്ചതാണ് കേട്ടോ. ഇതാണ് ഫോക്കസ് ആക്കി. ഓക്കെ, സോ ഈ സാധനം എന്തിനാണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം. ലൈക്ക് നമുക്കിപ്പം ലാപ്പിൽ കുത്താൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ പവർ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ കൊടുക്കാം. അപ്പം ഇതൊക്കെ ഓരോ കണക്ഷൻസിന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ. ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. സോ ഇതെന്താക്കാം, റൺ കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക, ഓപ്പൺ ആയി. ജസ്റ്റ് എ സെക്. ഓക്കെ, സോ ഇങ്ങനൊരു ഇൻ്റർഫേസ് കാണും. അതിൽ നിങ്ങളോട് ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ ചോദിക്കും. ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. സോ ഇത് മീൻ ടൈം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ഈ പിന്നെടുക്കാം, ഇവിടെ പോർട്ടിൽ കണക്ട് ചെയ്യാം. യെസ്, അപ്പം ഇവിടെ ലൈറ്റ് എത്തും. ലൈറ്റ് എത്തില്ലേ? നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ലൈറ്റ് തന്നെയാണ് എൻ്റെ ഓർമ്മ. ഈ ലൈറ്റ് ഇങ്ങനെ മിന്നി കളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോറി. അപ്പോൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ കോഡൊന്നും ഇതിന് കോഡൊന്നും ഇതായില്ല. എനിക്കറിയുന്ന കോഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഫയൽ എടുക്കാം, എന്നിട്ട് എക്സാമ്പിൾസിലേക്ക് പോവാം, ബേസിക്സിൽ പോവാം. ഞാൻ ഇവിടെ തന്നെ മൂന്നാമതാണ് ബ്ലിങ്ക്. വെയിറ്റ് ഫോർ ഇറ്റ്. ഇപ്പോൾ പുതിയൊരു വിൻഡോയിൽ കാണിക്കും. അതിന് മുമ്പ് നിങ്ങളുടെ സെലക്ട് ബോർഡ് എന്ന് കാണിക്കുന്നുണ്ടോ? സെലക്ട് ബോർഡ് ആക്കിയിട്ട് ബോർഡ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ചിലപ്പോൾ ബോർഡ് വന്നിട്ടില്ല എന്ന് വരാം. എൻ്റെ വന്നിട്ടുണ്ട്. ഇവിടെ പോർട്ട് ആക്കിയിട്ട് നിങ്ങളുടെ ഏതാ സാധനം എന്ന് വെച്ചെടുക്കാം. എന്നിട്ട് ഇവിടെ സാധനം വരും, ഇത് വെക്കാം, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, എനിക്കിവിടെ വന്നുകൊണ്ട് തന്നെ ഞാൻ ഇതെടുത്ത് കണ്ടു നോക്കി. ഇത്
സെലക്ട് ചെയ്യാം. ഓക്കെ, സോ സാധനം സെറ്റായിട്ടുണ്ട്. ഫോക്കസ് ആവട്ടെ. ഓക്കെ, ഇനിഷ്യലൈസിങ് ബ്ലാ ബ്ലാ ബ്ലാ. ഈ സാധനം കണ്ടോ, ഇത് എന്താണ് മെയിനായിട്ടുള്ളത്. ഈ വെരിഫൈ എന്നുള്ളത് ഈ കോഡ് ഒരിക്കൽ കമ്പൈൽ ചെയ്തിട്ട് ഈ ലാപ്പിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ടെസ്റ്റ് അല്ല, ജസ്റ്റ് റൺ ചെയ്ത് നോക്കും. കോഡ് കമ്പൈൽ ചെയ്ത് നോക്കും, കോഡ് വർക്കിംഗ് ആണോ എന്നുള്ളത്. അടുത്തതാണ് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഊനോയിലേക്ക് ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ബട്ടൺ. ആദ്യം നമുക്ക് ബിൽഡ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടോ? യെസ്, കമ്പൈലേഷൻ സക്സസ്ഫുൾ. സീൻ ഒന്നുമില്ല കോഡിൽ എറർ തന്നെ നടക്കും കൺസോളിൽ. ഇനി നമുക്ക് എന്താക്കാം, ഫ്ലാഷ് ചെയ്യാം. ഇത് നിൽക്കാം, ഇത് നിൽക്കുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ പ്ലോട്ട്. ഓക്കെ ഫൈൻ, ദിസ് ഈസ് ദ റിവീൽ. നമ്മൾ ചെയ്തത് ഇതുവരെ ശരിയാണെങ്കിൽ എന്ത് കാണിക്കണം എന്ന് വെച്ചാൽ ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, 1 മില്ലി സെക്കൻഡ് എടുത്തിട്ട് ബ്രേക്ക് ആവും, 1 മില്ലി സെക്കൻഡ് ബ്ലിങ്ക് ആവും, 1 മില്ലി സെക്കൻഡ് ബ്രേക്ക് ആവും. ഓക്കെ, സോ അതിൻ്റെ കോഡാണ് ഇവിടെ ഉള്ളത്. ഈ ലൂപ്പ് ഈ കോഡിൻ്റെ കാര്യമാണ് ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ. ഈ കോഡ് ഫുള്ള് ഒരു കയറി ഉണ്ടാവും. പക്ഷേ ഈ ലൂപ്പ് എന്ന് പറഞ്ഞ കോഡുണ്ടല്ലോ, അത് ലൂപ്പായിട്ട് ഇങ്ങനെ നടന്നോളും. ഓക്കെ, ആദ്യം ഇതെന്താണെന്ന് വെച്ചാൽ ഹൈ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ ആയിട്ടുള്ള ടൈം. ഇപ്പോൾ ഉള്ളത് ഹൈയാണ്, ഇപ്പോൾ ഓഫ് ആവാം, ഇപ്പോൾ ലോ, ഹൈ ലോ, ഹൈ ലോ, ഹൈ ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ എന്താക്കാം, എനിക്ക് കൂടുതൽ ടൈം ഇത് കത്തിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്താക്കാം, ഈ 1000 എന്നുള്ളത് 10,000 ആക്കാം. 10,000 ഒക്കെ എന്തായി 10 സെക്കൻഡ് ഇത് ഓൺ ആയിരിക്കും. സോ അതിന് പകരം നമ്മളിപ്പം 1 സെക്കൻഡ് എന്നുള്ളത് 1 സെക്കൻഡ് എന്നുള്ളത് 5 സെക്കൻഡ് ആക്കി, 5000 ആക്കി. എന്നിട്ട് ഈ ഡിലേ എന്ന് പറയുന്നത് ഡിലേ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഈ കോഡ് ഓൾറെഡി കമ്പയർ ചെയ്ത് നോക്കിയുണ്ട്, ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എററൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് യെസ് ഡൺ. ഇവിടെ നോക്കാം, കണ്ടല്ലേ ഇവിടെ എത്ര സെക്കൻഡ്, 5 സെക്കൻഡ് നിൽക്കുന്നു, 1 സെക്കൻഡ് ബ്ലിങ്ക് ആവാൻ എടുക്കുന്നു. ടൈം ലൈൻ നോക്കിയാൽ മനസ്സിലാവും. സോ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. മേ ബി ഞാൻ വേറെ എന്തെങ്കിലും പഠിച്ചാലും ഐ ഷുവർ അപ്ഡേറ്റ് യു ഗൈസ്. സോ ഇതാണ് നമ്മുടെ Adreno Uno R3. സോറി, ഞാനിത് വാങ്ങിച്ചത് ആമസോണിലാണല്ലോ. വേറെ എന്താ പറയാനുള്ള വെച്ചാൽ ബിൽഡ് സംതിങ് ഗൈസ്, ബിൽഡ് സംതിങ് ക്രേസി, ബിൽഡ് ഫോർ ഫൺ. ബാക്കിലെ കോഡൊക്കെ പഠിക്കണം. അപ്പോൾ സീ യു ഗൈസ്, ബൈ ബൈ.